മാഷേ, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് 5 മാർക്കിനുള്ളൊരു ചോദ്യമായിരുന്നു ദേശീയോത്സവമായ ഓണത്തെക്കുറിച്ച് എഴുതുക. അപ്പം നമ്മൾ നാനാജാതി മതസ്ഥർ സർവരും ഒന്നായി ആഘോഷിക്കുന്ന ഓണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിയും പഠിച്ചും വളർന്ന ഒരു തലമുറയാണ്. ഇപ്പോൾ വരും തലമുറ എങ്ങനെയാണ് ചിന്തിക്കുന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ പിന്നീട് ഈ സമൂഹത്തിൽ വലിയ ചർച്ചകൾ വരുന്നു. ഈ ഓണാഘോഷം സവർണൻ്റെ ആണോ അവർണൻ്റെ ആണോ? പിന്നീട് ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു ഇത് ഓണാഘോഷമല്ല, വാസ്തവത്തിൽ വാമന ജയന്തി ആണ് എന്നൊക്കെ പറഞ്ഞു വന്നു. ഇപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള ഒരു വിഭാഗം പ്രചരണം നടത്തുന്നു, ഇത് നമുക്ക് ആഘോഷിക്കേണ്ട കാര്യമില്ല, ഇത് നമ്മുടെ ദൈവനിഷേധമാണ്, ഇത്തരത്തിൽ നടത്തുന്ന അത്തരം ആഘോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. പക്ഷേ ആശങ്കയുണ്ടോ? വരുംകാല ഓണാഘോഷങ്ങൾ ഏത് വിധമാകും? ഇത്തരത്തിലുള്ള ചേരിതിരിവുകളൊക്കെ ഇപ്പോഴേ ഉണ്ടാകുന്നുണ്ട്. അല്ല, ആശങ്കകൾ ഇല്ല അതിനകത്ത്. ഈ ചേരിതിരിവുകളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ നാം പ്രതീക്ഷിക്കേണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പരിക്കുമില്ലാതെ വളരെ മനോഹരമായിട്ട് നമ്മൾ ഓണം ആഘോഷിച്ചിരുന്നൊരു കാലമുണ്ട്. നമുക്ക് കുറച്ച് കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്രായം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. എന്നുവെച്ചാൽ പട്ടിണിയുണ്ട് നമ്മളുടെ കൂടെ, നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ പട്ടിണിയൊന്നും ഇല്ലാത്തതായിട്ടുള്ള, കാരണം ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴേ എനിക്ക് വീട്ടുകാർ വാങ്ങിച്ചു തന്നത് സ്ലേറ്റല്ല ആദ്യം വാങ്ങിച്ചു, അതിന് വരെ ഒരു കവടിപ്പിഞ്ഞാണോ വാങ്ങിച്ചു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ പോകുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ വിശപ്പ് മാറ്റാനാണ് എന്നാണ് ഉത്തരം. കാരണം അന്ന് ഈ നമ്മൾ PL 450 ഉടമ്പടി അമേരിക്കയായിട്ട് ഉണ്ടാക്കിയ ഒരു കാലമാണ്. അപ്പോൾ സ്കൂളുകളിൽ പോകുന്നത് ഉപ്പുമാവ് കഴിക്കാൻ വേണ്ടി. ഉപ്പുമാവും അവർ തരുന്ന പാല് കലക്കിയ പാൽപ്പൊടി ഇത് രണ്ടുമാണ് പ്രധാനം. നമുക്കെന്ത് സന്തോഷമാണെന്ന് അത് കിട്ടുമ്പോൾ. കാരണം വെച്ചാൽ വീട്ടിൽ വിശപ്പാണ്, അതാണ് പ്രശ്നം. അപ്പം അത് മാറ്റാൻ പറ്റുന്നത് ഒന്ന് എന്ന നിലക്കാണ് സ്കൂളിലേക്ക് നമ്മളിങ്ങനെ പോകുന്നത്. പിന്നെ സ്കൂളിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം അമ്മ ഒരു സഞ്ചി എടുത്ത് തരും, അരി വാങ്ങാൻ വേണ്ടിയുള്ള ക്യൂവിൽ പോയി നിൽക്കാൻ വേണ്ടി. ചിലപ്പോഴൊക്കെ ഇങ്ങനെ ക്യൂവിൽ നിന്ന് കുറേ കഴിയുമ്പോൾ ക്യൂ പിരിഞ്ഞു പോകും, അരി കിട്ടില്ല. പിന്നെ അടുത്ത ദിവസം വീണ്ടും പോയി നിൽക്കണം. അത്രമാത്രം ബുദ്ധിമുട്ടേറിയ ഒരു കാലമാണ്. ആ കാലത്താണ് നമ്മൾ സ്കൂളിൽ പഠിച്ച് വളർന്നു വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാം. അന്ന് പക്ഷേ ഓണം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാവിൽ നനവൂറുന്ന മധുരത്തിൻ്റെയും അതേപോലെ തന്നെ സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിരുന്നു. അന്ന് ഈ വാമനനില്ല, സവർണനില്ല, ഈ മുസ്ലിമില്ല, ഹിന്ദുവില്ല, ആരുമില്ല എന്നുള്ള മനുഷ്യരുടെ ഒരു ഓണമായിരുന്നു പ്രശ്നം അല്ലേ? അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സമൂഹം കുറേ കൂടിയൊക്കെ പ്രോസ്പെറസായി, സമ്പൽ സമൃദ്ധമായി. ഓണം എല്ലാ ദിവസവും ഓണം ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ മലയാളി മാറി. കുറേ വീടുകളിലൊക്കെ ചിലപ്പോൾ ദാരിദ്ര്യമൊക്കെ ഉണ്ടാകാം, ചെറിയ തോതിൽ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈ നമ്മുടെ എല്ലിൻ്റെ ഇടയിൽ പറ്റുകുത്തി കയറും എന്ന് പറയുന്നത് പോലെ നമ്മളുടെ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ പലതരം പ്രശ്നങ്ങൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങി, പ്രത്യേകിച്ച് ബുദ്ധിജീവികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരാണ് ഈ സവർണൻ്റെതാണ് ഓണാഘോഷം എന്നുള്ള പ്രഖ്യാപനമായിട്ട് ആദ്യം വരുന്നത്. പിന്നീട് അതിൽ വരുന്ന ഭാഷ്യം എന്ന് പറയുന്നത് ഇത് വാമനൻ്റേതാണ്, മഹാബലിയുടേതല്ല. നമ്മൾ മഹാബലി എന്ന നിലക്കാണ് അതിനെ കണ്ടിരുന്നത്. അതും വളരെ രസകരമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തെ ചതിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള ഒരു ജീവിതക്രമം മഹാബലി ചക്രവർത്തി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന സമയത്ത് സ്വർഗത്തിലിരിക്കുന്ന ദേവേന്ദ്രന് അത് അസ്വസ്ഥത ഉണ്ടാക്കുകയും ഇതിങ്ങനെ പോകാൻ പാടില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം പോയിട്ട് മഹാവിഷ്ണുവിനെ കാണുന്നു, ഒരു അവതാരം ആവശ്യപ്പെടുന്നു. അങ്ങനെ വാമനൻ വരും. പക്ഷെ അങ്ങനെ ഈ സങ്കല്പം, ഈ ഐതിഹ്യമൊക്കെ നമ്മൾ ഒരു പഴങ്കഥ പോലെ പാടിക്കേട്ടും പറഞ്ഞും കേട്ടും ഒക്കെ ശീലിച്ചാണ്. പക്ഷേ അത് ഹൈന്ദവ ചിന്തയുടെ മാത്രം ഭാഗമാണ് എന്നുള്ള പ്രചരണം ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. പക്ഷെ അതിൽ കുറ്റകരമായ അനാസ്ഥ നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുംപുറങ്ങളിൽ ഒരുപാട് ക്ലബ്ബുകൾ, മറ്റ് സംഘടനകളൊക്കെയാണ് പണ്ട് ഇത്തരത്തിലൊരു ചിന്തകൾക്കപ്പുറം ഓണാഘോഷ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ രാഷ്ട്രീയ അതിപ്രസരം കടന്നുകൂടി പലരും സങ്കുചിതമായിട്ട് ചിന്തിക്കുന്ന അവസ്ഥയിലോട്ട് എത്തി. വാസ്തവത്തിൽ അതല്ലേ ഈ ഒരു വലിയ ഇടുങ്ങിയ ചിന്താഗതിക്ക് കാരണം? അല്ല, ഇടുങ്ങിയ ചിന്താഗതിക്ക് കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ ചെറുപ്പമായിരുന്ന സമയത്ത് നാട്ടിൽ മുഴുവനും ക്ലബ്ബുകളുടെ ബഹളമായിരുന്നു, അറിയാം. അതെ,
എന്തോരം ക്ലബ്ബുകളായിരുന്നു. ആ ക്ലബ്ബുകളിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി ഒരുമിച്ചാണ് ഓണം ആഘോഷിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ക്ലബ്ബുകളൊക്കെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോഷക ക്ലബ്ബുകളില്ല ഇപ്പോൾ. ഉള്ളതിന്റെ അവസ്ഥയായി ഉള്ള പോഷക സംഘടനകളായിട്ട് മാറി. ഉള്ളതൊക്കെ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ വാലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സംഘടനകളായി മാറി. അതുകൊണ്ട് അവരുൽപ്പാദിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രം, അവരുൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങൾ, അവരുൽപ്പാദിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ, അതൊക്കെയാണ് ഈ ക്ലബ്ബുകളിൽ നിന്ന് പുറത്തു വരാനായിട്ട് തുടങ്ങി. ആ ക്ലബ്ബുകൾ നിർമ്മിക്കുന്നത് നമ്മൾ ഈ പുതിയ കാലത്ത് കാണുന്ന സെപ്പറേറ്റിസ്റ്റ് മനസ്ഥിതിയാണ്. എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വിഭജനത്തിൻ്റെ ഒരു മാനസികാവസ്ഥ നിർമ്മിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ആദ്യം സവർണൻ്റേതും പിന്നെ വാമനൻ്റേതും പിന്നെ ഹിന്ദുവിൻ്റേതും എന്ന നിലയ്ക്ക് ഓണത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നത്. രണ്ടിനെയും ഒരു തുലാസിൽ വെച്ച് തുലനം ചെയ്യുന്നത് ഒരു കൂട്ടർ പ്രചരിപ്പിക്കുന്നു ഇത് വാമന ജയന്തിയാണ്, ഹിന്ദുക്കളുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. മറുകൂട്ടർ പറയുന്നു ഇത് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണ്, ഇതുകൊണ്ട് ഇത് ആഘോഷിക്കേണ്ടത്. ഏത് ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത്? ഇത് രണ്ടു കൂട്ടരെയും ഒരേപോലെ തള്ളിക്കളയേണ്ടത്? രണ്ടുപേരുടെ ഭാഗത്തും ഗുരുതരമായ പ്രശ്നമല്ല രണ്ടുപേരും പറയുന്നത്. അല്ലേ, രണ്ടു കൂട്ടരെയും തള്ളിക്കളയുകയും പഴയ കാലത്ത് നമ്മൾ എങ്ങനെയാണ് വളരെ നിഷ്കളങ്കമായിട്ടുള്ള മനുഷ്യരായിട്ട് ഈ ഓണം എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസത്തെ നെഞ്ചേറ്റിയിരുന്നത്, അതിന് നമുക്ക് കഴിയണം. കാണാൻ വിറ്റും ഓണം ഉണ്ണം എന്ന് പറയുന്നതിൽ ഒരിക്കലും വാമനത്വമോ അതേപോലെ തന്നെ ഹിന്ദുത്വമോ അല്ലെങ്കിൽ എന്താണ് അഹിന്ദുത്വമോ ഒന്നുമില്ല. അതൊക്കെ ഇവർ ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ തീർച്ചയായിട്ടും യുവാക്കളുടെ പങ്ക് വളരെ വളരെ കുറ്റകരമായിട്ടുള്ള രീതിയിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവർ മാറണം. അതുപോലെ പോക്കറ്റിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ കാണാൻ പറ്റും ഓണം ഉണ്ണണ്ട ആ കാര്യം അത് നടക്കുന്നുണ്ട്, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇല്ലാത്തത്. ശരിയാണ്, ഈ പണം നമുക്ക് കൂടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ കാലത്തെ ജോലികളുടെ ഒരു സ്വഭാവം ഉണ്ട്. ആ ജോലികളുടെ സ്വഭാവം കുട്ടികളുടെ കയ്യിലേക്ക് അമിതമായിട്ടുള്ള പണം എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ IT മേഖലയിൽ നിന്നൊക്കെ വരുന്നവർക്ക് വലിയ വലിയ ശമ്പളമാണ് അവർക്ക്. അപ്പോൾ അവർ ബാക്കി എല്ലാ കാര്യങ്ങളെയും വിസ്മരിക്കുകയും ഈ പണം കൊണ്ട് എന്തും വാങ്ങാം എന്ന തരത്തിൽ ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ സാമൂഹ്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനം, സാമൂഹ്യ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവിടേക്ക് ഈ അന്യവർഗ ചിന്ത പോലെ രാഷ്ട്രീയ ചിന്തകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. ഇവർ വലിയ കുഴപ്പമാണ് യഥാർത്ഥം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണല്ലോ ഒരു ടീച്ചർ വാട്സാപ്പ് സന്ദേശം അയച്ചത്, ഖദീജ. ഞാൻ ഈ ഖദീജ ടീച്ചറെയും അതുപോലെ ശശികല ടീച്ചറെയൊക്കെ ഒരു പ്രത്യേകതരം ടീച്ചർമാരായിട്ടാണ് കാണുന്നത്. കാരണം ഇവരുണ്ടാക്കുന്ന ഈ വിഭജന ബോധം എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. അത് അവർ തിരുത്തണം. അവർ തിരുത്തിയില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകും, അല്ലാണ്ട് എന്ത് ചെയ്യാൻ? കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിങ്ങനെ സമൂഹത്തിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് അവർക്കെങ്കിലും തോന്നണം. അവർക്കാണ് തോന്നേണ്ടത്. അവരത് നിർത്തുകയാണ് നമുക്ക് നല്ലത്. അല്ലാണ്ട് വെറുതെ അവരൊരു കാര്യം പറയും, അതിനെതിരെ വേറെ ഒരാൾ ബഹളം ഉണ്ടാക്കും. ഇങ്ങനെ ബഹളത്തിൻ്റെയും കലാപത്തിൻ്റെയും കാലുഷ്യത്തിൻ്റെയും ഒരു മനസ്സ് നിർമ്മിച്ച് നമ്മളുടെ ഓണാഘോഷം പോലും അല്ലെങ്കിൽ ഓണചിന്തകൾ പോലും വളരെ വളരെ ഗുരുതരമാക്കി മാറ്റി തീർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അത് സംഭവിക്കരുതെന്നാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികൾ, ഇപ്പം അമേരിക്കയിൽ നിന്നൊക്കെ എൻ്റെ ഒരു വിദ്യാർത്ഥി തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ ഓണാഘോഷത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അയച്ചിരിക്കുന്നു. ഒരുപാട് ഐറ്റങ്ങളൊക്കെ വെച്ചിട്ട് നടത്തുന്ന ഒരു ഓണാഘോഷത്തെക്കുറിച്ച്. അതേപോലെ തന്നെ മറ്റ് ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ട്രംപ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ട് ഓണാഘോഷം തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ മാറുന്ന സാധനങ്ങളൊക്കെ എത്തുന്നുണ്ടാവില്ല എന്നുള്ള ചർച്ചയും വരുന്നുണ്ട്. എന്തായാലും സന്തോഷകരമായി ജീവിക്കാൻ മനുഷ്യന് നൽകുന്ന ഒരു പ്രത്യാശ, അതിൻ്റെ ഒരു കിരണം, അതൊക്കെ നമ്മളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മളുടെ ഈ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പൊസിഷൻ നിന്നുകൊണ്ട് അങ്ങനെ സന്തോഷകരമായിട്ടുള്ള ഓണം തുടരട്ടെ. അതിനിടയ്ക്ക് ഈ പറയുന്ന ചർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ മുങ്ങി പോകട്ടെ എന്ന് കരുതാം. അപ്പോൾ ഹാപ്പി ഓണം.